ജനങ്ങൾ എന്താണോ വിധി വരുന്നത് ആ വിധിയാണ് അന്വേഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാനതിനെ പറഞ്ഞതിനെയും പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കി പറഞ്ഞുകൊണ്ടുള്ള എന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ജനവിധിയുടെ കാര്യം പറയുന്നത്. ജനവിധി ആരും അംഗീകരിക്കേണ്ടി വരുമല്ലോ. അതൊരു പ്രത്യേക അത്ഭുതത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ജനവിധി ആരും അംഗീകരിക്കേണ്ടി വരും. ആ ജനവിധിയുടെ അടിസ്ഥാനത്തിലാണ് ജനവിധിയെ ഇങ്ങനെ അപഹസിക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. പേരാമ്പ്ര വേണമെങ്കിൽ 8ാം സ്ഥാനത്ത് വന്നോ? ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് തിരിച്ചാണ്. ആർക്കും ചെയ്യാമല്ലോ ഇത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ UDFന്റെ മന്ത്രിമാരെ തീരുമാനിച്ചു. പിന്നെ അവര് ഈ പേഴ്സണൽ സ്റ്റാഫിനെ വരെ, അതാണല്ലോ അവസാനത്തെ ഒരു നില, പേഴ്സണൽ സ്റ്റാഫിനെ വരെ നിശ്ചയിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയം നേടിയില്ലേ? 2016 കൂടുതൽ സീറ്റ് നേടിയിട്ടല്ലേ 2021 കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നത്? അനുഭവം കേരളത്തിൽ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ജനവിധി എന്നുള്ളത് അങ്ങനെ ആർക്കും മുൻകൂട്ടി ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ ഇത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ പറയാന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു നീക്കം പോകുന്നത് ശരിയാണ്. എനിക്കുണ്ടെങ്കിൽ UDFന് ജയിക്കും, അല്ലെ LDFന് ജയിക്കാം. ആ ജയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാൽക്കുലേഷൻ പറയാം. അതല്ലാതെ വരുന്ന നിലപാട് കൂടുതൽ ജനങ്ങളെ മാനിക്കാത്ത ഒരു സമീപനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ആരംഭിച്ചോട്ടെ. അതിൽ ഒരിക്കൽ പോലും ഞാനൊരു പ്രയാസം അതിൽ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അന്നും പ്രകടിപ്പിക്കില്ല, ഇന്നും പ്രകടിപ്പിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ നിയമമില്ലേ? ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പരിശോധിച്ചു. അത് മാത്രമല്ല, അവിടെ അന്ന് എനിക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, എനിക്ക് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ കലക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഇത് പരിശോധന നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അദ്ദേഹം ജില്ലാ ഭരണാധികാരിയല്ലേ. അപ്പോ അദ്ദേഹം നിലപാട് വ്യക്തമായി കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ആ അഭിപ്രായം ഇപ്പോഴും തീരുന്നില്ലേ? അതെനിക്കറിയില്ല. ആര് ലീഗ് എന്തെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ലീഗ് അവരുടെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പം കലക്ടർ അവസാനമായിട്ടൊരു തീരുമാനം ഒരു വിഷയത്തിലെടുത്തു. കലക്ടർ അതോറിറ്റിയാണ്. യോജിപ്പുണ്ടായാലും വിയോജിപ്പുണ്ടായാലും ഒരു അതോറിറ്റിയാണ്. അങ്ങനെ ഒരു അതോറിറ്റി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുമോ? കൊടുക്കുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ കേൾക്കാത്തൊരു അനൗൺസ്മെന്റ്, എന്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റിന്റെ റെക്കോർഡ് അവിടെയുണ്ട്. അതെല്ലാം വെച്ച് പരിശോധിക്കാവുന്നതാണ്. പരിശോധിച്ചിട്ട് ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടോ പറയട്ടെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ ഏറ്റുവാങ്ങിക്കും. അതായിരിക്കും നിങ്ങളിപ്പോൾ നാളെ കൊടുക്കുക. ശിക്ഷ ഏറ്റുവാങ്ങും എന്നുള്ളതായിരിക്കും. അതാണ് മറ്റേ പ്രശ്നത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ദയവ് ചെയ്തിട്ട് ഒരു ധാർമ്മികതയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകരുത്. സത്യസന്ധമായി ന്യായമായി കാര്യങ്ങൾ പറയുന്നതിനോട് യോജിക്കുക. എനിക്കറിയാം ഞാൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ച അനുഭവങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. വ്യാഖ്യാനിച്ച അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ഞാനത് പറയില്ല. വ്യാഖ്യാനിച്ച അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്തരം ചില പരാമർശങ്ങൾ. അപ്പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കൂല. മറ്റേത് ഇങ്ങനെ ബോക്സായിട്ട് കൊടുക്കുകയും ചെയ്യും. അത് പോട്ടെ. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇലക്ഷന്റെ റിസൾട്ട് എന്തായാലും എല്ലാവരും റിസൾട്ടിന് കാത്തിക്കല്ലേ. ഞാൻ റിസൾട്ടിന് കാത്തിക്കാണ്, നിങ്ങളെല്ലാവരും കാത്തിക്കാണ്. അതുകൊണ്ട് റിസൾട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് പറയാം.